ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ മുഴുവൻ കേട്ടത് സാക്ഷാൽ കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാപട്യങ്ങളും തിരിമറികളുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്തറിയുന്ന സംഘടനാ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരു എളിയവൻ എന്ന നിലയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, ഇത് രാഷ്ട്രീയ കാപട്യങ്ങൾ മാത്രം നടത്തുന്ന വ്യക്തിയല്ല, ഗ്രൂപ്പല്ല അവരുടേത്. മുസ്ലിം ഉമ്മത്തിന് എന്തിനോടൊക്കെ പ്രതിബദ്ധതയുണ്ടോ, പ്രത്യേക താല്പര്യമുണ്ടോ, ആഭിമുഖ്യമുണ്ടോ, അത് മുഴുവനും വിറ്റ് കാശാക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു പ്രത്യേക വഞ്ചക വിഭാഗമാണ് അവരെന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. യതീം കുട്ടികളോട് നമ്മുടെ സമുദായത്തിന് എന്തൊരു സ്നേഹമാണ്. പള്ളികൾ നിർമ്മിക്കുന്നതിന് മുസ്ലിം ഉമ്മത്തിന് എന്തൊരു താല്പര്യമാണ്. പള്ളി നിർമ്മിക്കുന്നതിന്റെ പുണ്യത്തെക്കുറിച്ച് വളരെ വളരെ വിശാലമായി പഠിച്ചവരാണല്ലോ നമ്മുടെ ആളുകൾ. അതുപോലെ സ്വലാത്തിനോട് എന്തൊരു ആദരവാണ് നമ്മുടെ സമുദായത്തിന്. അതുപോലെ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഷയമാണ് തങ്ങളുടെ മുടി. ആ മുടി പോലും വ്യാജമായി കാരന്തൂർ മർക്കസിലുണ്ടെന്ന് തെറ്റായി പ്രചരിപ്പിച്ച് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും പച്ച കള്ളം പറയുന്ന ഈ വിഭാഗം, നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് തങ്ങളുടെ പേരിൽ ഏത് വിഷയത്തിലായിരുന്നാലും സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം? അതിന്റെ നിജസ്ഥിതി എന്താണ്? ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, കാന്തപുരത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, 1% പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകളിൽ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങൽ ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിലുണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSSന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ചന്വേഷിച്ചു. ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയാൽ കുഴപ്പമില്ല. അവർ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഇവിടെ കാന്തപുരം സ്ഥലത്തില്ല, ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ സി മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന് ടെലഫോൺ കൊടുക്കണം. അദ്ദേഹം ടെലഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്. കാരണം ലോകത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്. അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിരിസകളുണ്ട്. ഇവിടെ കാരന്തൂരിൽ എവിടെ നിന്ന് മുടി വന്നു? ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ? ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാനുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരണം തരണം. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വരട്ടെ, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മാനേജർ അല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണം തന്നുള്ള താൽക്കാലികമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെന്നോ ഗുജറാത്തിനോ എവിടെന്നോ കിട്ടിയതാണ്, എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരോടെ നേരിട്ട് ചോദിച്ചോളിന്നു. അപ്പൊ സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു കോഴിക്കോട് നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുകയാണ്. പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിൽ ടെലഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? നബിയുടെ മുടി എവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം
നബി തങ്ങളുടെ മുടിയുടെ ഫലായിലുകളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങളോട് ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി, അതിന്റെ കൃത്യമായ ഒരു പരമ്പര, ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ സിൽസില ഒന്ന് കാണിച്ചു തന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചു തന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാനോ. അതെങ്ങനെ മോനെ, സനദിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവാ. ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനദിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പര തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാതെ മോനെ, വിവാദം ഇങ്ങോട്ട് വരട്ടെയായിരുന്നു. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്തിൽ ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി അതിന്റെ സനത് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനതൊന്നും ആവശ്യപ്പെടേണ്ട ആ വിഷയമല്ല, അതൊരു തബറുക്കിന്റെ വിഷയമല്ലേ. വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആളുകൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിലും ആ മുടിയിട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും തട്ടിപ്പ്.